എങ്ങനെയുണ്ട് ഇപ്പോൾ 2-3 ദിവസമായി സജീവമായി രംഗത്തിറങ്ങിയിരിക്കുന്നു. മണ്ഡലത്തിലൊരു വോട്ടറാണ്, അപ്പോൾ മണ്ഡലമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ 2-3 ദിവസമായി സജീവമായി ആളുകളെ കണ്ടു തുടങ്ങി. എങ്ങനെയുണ്ട് ഒരു പ്രതികരണം? ഇല്ല, ഞാൻ മാധ്യമപ്രവർത്തകരോടൊക്കെ വിശദീകരിച്ചതാണ്. മണ്ഡലവുമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ബന്ധമല്ല. സ്വാഭാവികമായി നിങ്ങളൊക്കെ ജനിച്ച് വളർന്ന നാട്ടിൽ നിങ്ങൾക്കുണ്ടാകുന്നത് പോലെ സമാനമായി ഞാൻ ജനിച്ചിട്ട് 33 വർഷമായി എനിക്ക് മണർകാടുമായും പുതുപ്പള്ളിയുമായും ഒക്കെ സമഗ്രമായ അർത്ഥത്തിൽ ബന്ധമുണ്ട്. അത് തുടർന്നു കൊണ്ടുപോകുന്നു. അതിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നിയോഗം എന്നതുപോലെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. അപ്പോൾ കുറച്ചുകൂടെ വിശാലവും വിപുലവുമായ രാഷ്ട്രീയമെന്നും സ്വാഭാവികമായും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മണ്ഡലത്തിലെ ജനങ്ങളുമായിട്ടും ഉണ്ടായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം 2 ദിവസക്കാലം മുമ്പ് ആരംഭിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ ഔദ്യോഗികത സംഭവിച്ചപ്പോൾ മുതൽ അതിൻ്റെ തുടർച്ചയിൽ റോഡ് ഷോ നടത്തപ്പെട്ടു. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിലെ എല്ലാ ഹൃദയഭാഗങ്ങളിലും പര്യടനം നടത്തി. അസാധാരണമായ ആവേശത്തോടുകൂടെ മണ്ഡലത്തിലെ ജനങ്ങളാകെ സ്വീകരിച്ചു. ഈ കഴിഞ്ഞ ഇന്നും ഇന്നലെയുമായി സാമൂഹിക സാംസ്കാരിക സാമുദായിക മേഖലകളിലെ പ്രഗത്ഭരും പ്രസിദ്ധരും ഒക്കെയായ ആളുകളോട് പിന്തുണ അഭ്യർത്ഥിക്കുന്നു. ആ പര്യടനം തുടരുന്നു. 2021 തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചു. കനത്ത മത്സരമാണ് കാഴ്ചവെച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷം കുത്തനെ കുറയ്ക്കുന്നതിനും 9,000-ഓളം വോട്ടിലേക്ക് ഭൂരിപക്ഷം കുറയ്ക്കാനും കഴിഞ്ഞിരുന്നു. ഇപ്പോൾ വീണ്ടും വേറൊരു രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മനെയാണ് നേരിടേണ്ടി വരുന്നത്. അത് എങ്ങനെയാണ് ഒരു വെല്ലുവിളിയായി മാറുക? ഇല്ല, ഞാൻ മുമ്പ് തന്നെ വിശദീകരിച്ചിരുന്നു. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഈ തെരഞ്ഞെടുപ്പുകളാകെ 2016 ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളാകെ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഗ്രാഫ് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഞാൻ ആലങ്കാരികമായി എന്തെങ്കിലും വ്യർത്ഥമായ ഒരു അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല. ആ തെരഞ്ഞെടുപ്പ് ഗ്രാഫ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. തെരഞ്ഞെടുപ്പ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് സത്യസന്ധമാണെന്നുള്ളത് കൊണ്ട് തന്നെ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചാൽ പടിക്ക് ആയി മേൽത്തട്ടിലേക്ക് ഉയരുന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ബഹുജന അടിത്തറയെ നിങ്ങൾക്ക് വരച്ചിടാൻ വേണ്ടി കഴിയും. പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഭൂരിപക്ഷം പഞ്ചായത്തുകളിൽ 8-ൽ 6-ലും ഇടതുമുന്നണി ഭരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തുകൾ പള്ളവും പാമ്പാടിയും മാടപ്പള്ളിയും പൂർണ്ണമായി ഇടതുപക്ഷത്തിൻ്റെ ആഭിമുഖ്യത്തിലായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സംഭവിച്ചപ്പോൾ 182 ബൂത്തിൽ 60 ബൂത്തിലും 3-ൽ 1-ലും ഇടതുപക്ഷം ചരിത്രത്തിൽ ആദ്യമായി ലീഡ് ചെയ്യുന്നു. അങ്ങനെ സമഗ്രമായ ഇടതുപക്ഷ വിജയത്തിൻ്റെ ഒരു ചിത്രം ഈ മണ്ഡലത്തിൽ കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ അപങ്കുരമായ തുടർച്ചയ്ക്കാണ് ഈ മണ്ഡലം തയ്യാറെടുക്കുന്നത്. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ ആദ്യ സമയം മുതൽ ഞങ്ങൾ പറയുന്നുണ്ട്, മാധ്യമപ്രവർത്തകരോട് അഭിസംബോധനയൊക്കെ ഞങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടോ വൈകാരിക രാഷ്ട്രീയ ലാഭത്തിൻ്റെ ഒരു മുന്നുപാധിയായിട്ടോ നമ്മൾ കാണാൻ വേണ്ടി പാടില്ല. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, മണ്ഡലത്തിലെ വികസന അനുഭവങ്ങൾ ചർച്ച ചെയ്യാം. വികസനം എന്ന് പറയുന്നത് ജനജീവിതത്തെ മുമ്പോട്ടേക്ക് നയിച്ച ഒരു നാടിൻ്റെ അനുഭവങ്ങളുടെ പ്രതീകമാണ്, പരിച്ഛേദമാണ്. ആ വികസന അനുഭവങ്ങളിൽ 5 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിന് എന്ത് സംഭാവന ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു? കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ കാലയളവിലെ പുതുപ്പള്ളി മണ്ഡലത്തിന് എന്തുതരം മുന്നേറ്റം കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞു? ഇടതുപക്ഷ കാലയളവിലെ പുതുപ്പള്ളിയും ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കാലയളവിലെ പുതുപ്പള്ളിയും സംബന്ധിച്ച് നമുക്കൊരു സംവാദമാകാം. ആ സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഇടതുപക്ഷം ഉയർത്തുന്ന ചോദ്യം. മറ്റൊരു പ്രശ്നം ഉയർത്തുന്നില്ല. ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഞങ്ങൾ ഉയർത്തുന്നേയില്ല. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഡിബേറ്റ് ചെയ്യാം. നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതിനോട് ഇതുവരെ പ്രതികരണമില്ല. അത് പറയുമ്പോഴാണ് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വൈകാരികത പറയാം, അതിൻ്റെ പേരിൽ 10 വോട്ട് സമാഹരിക്കാം എന്നുള്ള ശ്രമവും ചിന്തയുമായി നടക്കുന്നത്. അതിനെ പ്രബുദ്ധതയുള്ള ജനങ്ങൾ സ്വീകരിക്കുകയില്ലയോ എന്നുള്ളത് നിങ്ങൾ കണ്ടുകൊള്ളൂ. മണ്ഡലത്തിൻ്റെ പിന്നോക്കാവസ്ഥ സമഗ്രമായ അടിസ്ഥാനത്തിൽ സൂക്ഷ്മമായ അർത്ഥത്തിൽ 8 വിഭിന്ന പഞ്ചായത്തുകളായി നിങ്ങൾക്ക് തൊട്ട് കാണാൻ കഴിയുന്ന അവസ്ഥയിലുണ്ട്. ഇവിടെ നിന്ന് പയ്യപ്പാടിയിലേക്ക് കിടക്കുന്ന റോഡുണ്ട്. ആ പയ്യപ്പാടിയിലേക്ക് കിടക്കുന്ന റോഡ് എത്രയോ കാലമായി മോശമായ അവസ്ഥയിൽ കിടക്കുന്നു, എത്രയോ പതിറ്റാണ്ട് കാലമായി. എന്തുകൊണ്ട് അതിനെ നവീകരിക്കാൻ സഞ്ചാരയോഗ്യമാക്കുവാൻ ഇക്കൂട്ടർക്ക് കഴിയുന്നില്ല? പാറമടയിൽ നിന്ന് കുടിവെള്ളം എടുത്ത് കുടിക്കേണ്ട വരുന്നൊരു ജനത ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറമുണ്ട്. എന്തുകൊണ്ട് അത്തരമൊരു അനുഭവം ഇവിടെ ഉണ്ടാകുന്നു? സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ മാറിയ രൂപമാറ്റം ഇടതുപക്ഷ കാലയളവിൻ്റെ പ്രത്യേകതയായിരുന്നു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വികാസം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുന്നമാതിയും പ്രത്യേകതയുമായിരുന്നു. അതിനെ സംബന്ധിച്ച് നമുക്ക് സംവാദമാകാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റുമുട്ടാം, നമുക്ക് സംവദിക്കാം. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അതിനെന്തുകൊണ്ട് UDF തയ്യാറാകുന്നില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രധാനമായും UDF ഉയർത്തുന്ന ഒരു പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് വിലക്കയറ്റമാണ്. ഇപ്പോൾ ഓണക്കാലമാണ്, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, വിലയെല്ലാം കുത്തനെ കൂടിയിരിക്കുന്നു. അത് ഈ ഇടതുഭരണത്തിൻ്റെ ഒരു പോരായ്മയാണ്. അതുപോലെ ഇടത് സർക്കാർ പരാജയം എന്നുള്ള രീതിയിലാണ് അവർ ഉയർത്തുന്ന ഒരു പ്രധാന ആയുധം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരാജയമായിരുന്നുവെങ്കിൽ അത് ജനവിധിക്ക് നേരെ പല്ലിളിച്ച് കാട്ടുന്നതിന് തുല്യമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന കുപ്രചരണങ്ങളുടെ മഹാപെരുമഴക്കാലം എന്തായിരുന്നു എന്നുള്ളത്
മറവി ബാധിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ഓർക്കുന്നുണ്ട്. പക്ഷേ കുപ്രചരണങ്ങളെ തള്ളി ജനങ്ങളുടെ ജീവിതത്തിന് മേൽ മഹാവൃക്ഷം എന്നതുപോലെ സുരക്ഷയൊരുക്കിയ കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെൻറ്റിന് തുടർച്ച നൽകാനാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അതിൻ്റെ ആനുപാതികമായ മുന്നേറ്റത്തിനാണ് പുതുപ്പള്ളിയും സാക്ഷ്യം വഹിച്ചത്. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് അത്തരമൊരു വിലയിരുത്തലിനും അവകാശവാദത്തിനും എവിടെയും പ്രസക്തിയില്ല. അത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പിന്നെ നിങ്ങൾ മുഖ്യമായി ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം വിലക്കയറ്റത്തെ സംബന്ധിച്ചതാണ്. ഞാനിപ്പോൾ 2 മാസക്കാലം മുമ്പുള്ള ഹിന്ദു പത്രത്തിലെ വാർത്ത ഓർമ്മിക്കുകയായിരുന്നു. ഹിന്ദു പത്രം ഇടതുപക്ഷത്തോട് ആഭിമുഖ്യമുള്ള പത്രമൊന്നുമല്ല, പക്ഷേ സ്വതന്ത്രമായി ഇന്ത്യൻ ദേശീയ മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പത്രമാണ്. കേരളീയ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാതെ പോയൊരു വാർത്ത ഹിന്ദു പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ തലവാചകം ഇപ്രകാരമായിരുന്നു: ദ സ്റ്റേറ്റ് വിത്ത് ലോവസ്റ്റ് ഇൻഫ്ലേഷൻ എന്ന തലവാചകത്തോടുകൂടെ ഒന്നാമത് കേരളത്തെയും രണ്ടാമത് തമിഴ്നാടിനെയും ഹിന്ദു പത്രം അടയാളപ്പെടുത്തി. അതായത് വർത്തമാനകാല ഇന്ത്യയിൽ വിലക്കയറ്റം ഏറ്റവും കുറഞ്ഞ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് തമിഴ്നാടും ഒന്ന് കേരളവുമാണ്. എങ്ങനെ അത്തരമൊരു വിലയിരുത്തലിന് സാധ്യതയുണ്ടായി? കേരളത്തിൻ്റെ അവകാശവാദമല്ല, ഇന്ത്യയുടെ യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ പ്രതീകമായ ഏജൻസികൾ നടത്തിയ പ്രതികരണമാണ്, അതിൽ നിന്ന് കണ്ടെത്തിയതാണ്. സ്വാഭാവികമായും ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ഭരണത്തിനെതിരെയുള്ള ഒരു വിലയിരുത്തലൊക്കെ വരും. ഇപ്പോൾ മണിപ്പൂരൊക്കെ ഇപ്പോൾ പ്രത്യേകം നമുക്കറിയാം, ഇത് പുതുപ്പള്ളി എന്ന് പറയുന്ന ക്രിസ്ത്യൻസ് മേഖലയൊക്കെയാണ്. സ്വാഭാവികമായിട്ടും അതൊക്കെ ഉയർന്നു വരുന്നില്ലേ? മണിപ്പൂർ ഒരു ക്രിസ്ത്യൻ പ്രശ്നമല്ല, മണിപ്പൂർ ഒരു മനുഷ്യ പ്രശ്നമാണ്. നിങ്ങളുടെ മതവിശ്വാസം ക്രിസ്ത്യനോ ഹിന്ദുവോ മുസ്ലിമോ ഏതുമാവട്ടെ, നിങ്ങൾ വിശ്വാസിയോ അവിശ്വാസിയോ ആവട്ടെ, നമ്മളുടെ ഒരു മതവിഭാഗത്തിൻ്റെ പേരിൽ ഒരു ജനവിഭാഗം പീഡിപ്പിക്കപ്പെടുന്നത് ഒരു ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ പ്രതീകമെന്ന നിലയിൽ ഒരു ജനവിഭാഗത്തെ തുടച്ചു നീക്കാനും വംശഹത്യ നടത്താനും ശ്രമിക്കുന്നത് ഒരു മതപ്രശ്നം, ഒരു ഗോത്രപ്രശ്നമല്ല, അത് ഇന്ത്യയിലെ മനുഷ്യ പ്രശ്നമാണ്. ആ നിലയിലാണ് ഇപ്പോൾ ഇന്ത്യയിലെ പുകഴ്പെറ്റ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായ പ്രതിനിധികൾ മണിപ്പൂർ സന്ദർശിക്കുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിപരമായി ജൂലൈ മാസം ആദ്യ ഭാഗം തന്നെ മണിപ്പൂർ സന്ദർശിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഹെലികോപ്റ്ററിലല്ലാതെ 123 കിലോമീറ്റർ ഇംഫാലിൽ നിന്ന് ചുരാചന്ദ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഒരു ജനതയാകെ വംശീയ ഉന്മൂലനം നടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ നേർചിത്രം ഞാൻ പല പ്രതിസന്ധികൾക്കിടയിലും പകർത്തുവാനും അത് കേരളീയ മനസാക്ഷിയോട് വിളിച്ചു പറയാൻ വേണ്ടി ശ്രമിച്ചു. ഇന്ന് ആദരണീയനായ മാർ പെരുന്തോട്ടം പിതാവിനെ കണ്ടപ്പോൾ ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ 20 മിനിറ്റ് ഞാൻ നീക്കിവെച്ചത് എൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വോട്ടഭ്യർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ അല്ല, മണിപ്പൂരിൽ ഞാൻ കണ്ട ഭീതിതമായ നേർക്കാഴ്ചകളെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതിനെതിരെ ഏറ്റവും ശക്തമായി ശബ്ദമുയർത്തിയത് കേരളമാണ്. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൻ്റെ മതനിരപേക്ഷ ചേരിയാണ്.